ഇന്ന് നമുക്ക് വെറൈറ്റി ഒരു ഡിഷ് ഉണ്ടാക്കാം. വെറൈറ്റി അല്ല, ഞാനിത് മിക്കവാറും ഉണ്ടാക്കുന്നതാണ്. ഉണ്ടോ, ഓമയ്ക്ക. നമുക്ക് പൊട്ട് ഓമയ്ക്ക നോക്കി, വിളഞ്ഞു പോവാത്ത ഓമയ്ക്ക നോക്കി ഒന്ന് രണ്ടെണ്ണ കുത്തിയിടാം. അയ്യോ, വീഴുന്നില്ലല്ലോ. അപ്പം ഞാനൊന്ന് കുത്തിയിടട്ടെ. കണ്ട, ഇങ്ങനത്തെ 3 ഓമയ്ക്ക, ചെറിയ ഓമയ്ക്കയാണേ. ഇങ്ങനെ 3 ഓമയ്ക്ക കുത്തിയിട്ടു. ഒരു ഇച്ചിരി അളവ് നമുക്ക് വേണ്ടേ, അതുകൊണ്ടാണ്. കണ്ടോ, ചെത്തിയപ്പോൾ ഒരെണ്ണം ഇച്ചിരി പഴുത്ത് തുടങ്ങിയണ്ട, ഇച്ചിരി വിളഞ്ഞു പോയത്, അത് കൊള്ളത്തില്ല. ബാക്കി നമുക്ക് റെഡിയാക്കാം. കണ്ടോ, ഈ പരുവത്തിന് നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട്. നമുക്കിതിന് ചെറുതായിട്ട് അരിയണം. ഓമയ്ക്ക മെഴുക്കുവരട്ടി നിങ്ങൾ വെച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ പല പ്രാവശ്യം ചെയ്തത് സൂപ്പറാണ്. പല പ്രാവശ്യം നമ്മളിത് ഉണ്ടാക്കി കഴിച്ചു, നല്ല സൂപ്പറാണ്. ഇതേപോലെ അരിയുക. ഇതാണ് നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അത്യാവശ്യം കുറേ എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെ വെളുത്തുള്ളി ചേർത്തേക്കുന്നു. പിന്നെ കുറച്ച് കൊച്ചുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കാന്താരി അറിയാമല്ലോ. കാന്താരി ഇടുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. കാരണം പച്ചമുളക് ഇടുന്നതിലും നമുക്ക് ടേസ്റ്റ് തോന്നിക്കും. പിന്നെ ഒരു ചെറിയ സവാള. ഇനി നമുക്കിത് ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇതിനോടൊപ്പം പിന്നെ നമുക്ക് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ കുരുമുളക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് ചതച്ചിട്ട് വരട്ടെ. എല്ലാം കൂടി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ചതയ്ക്കട്ടെ. നമുക്കിതെല്ലാം ആവശ്യത്തിന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മിക്സ് ചെയ്യാമേ. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് അത്യാവശ്യം വേണം. പിന്നെ ഇത് മഞ്ഞളാണ്, ഒരു അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഇട്ടു. അടുത്തത് നമുക്ക് കുരുമുളക് പൊടി. അതും കുരുമുളക് അന്നേരം പൊടിച്ച് ചേർക്കുവാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇത് ഞാൻ പൊടിച്ച് വെച്ചിരുന്നതാണ്. ഒരു 1.5 സ്പൂൺ, ഒരു സ്പൂൺ, നല്ല സ്പൂണ്, 1 സ്പൂൺ. ഞാനിപ്പോൾ എടുത്തപ്പം ചെറിയ സ്പൂണാണിത്, കണ്ടോ, കുഞ്ഞു സ്പൂണാണ്. അപ്പോൾ അതിനൊരു ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ആവശ്യത്തിന് ഇനി ശകലം വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു 2 സ്പൂണിന് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ശകലം 2 സ്പൂണിന് വെള്ളം കൂടെ ചേർക്കണം. ഇത് ഞാൻ മിക്സിയുടെ ജാറിലാണ് ഇച്ചിരി വെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചതച്ചതല്ലേ, അപ്പോൾ അത് മാത്രം ഇതിനകത്തോട് ഒഴിച്ചു കൊടുക്കും. അത്രയും വെള്ളം മതി. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ അടുപ്പയിൽ വെച്ച് കൊടുത്തു. ഇനി ചെറിയ തീയിൽ നമ്മളിത് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് വേവിക്കണം. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്താൽ മതി. നമുക്കപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഒന്ന് ഇളക്കി വയ്ക്കാം. ഇനി അടച്ച് വെച്ച് ഇനി നമുക്ക് വെള്ളമല്ല വേണ്ടുന്നത്, ശകലം കൂടെ എണ്ണയാണ് വേണ്ടുന്നത്. അത് ഈ വെള്ളം പറ്റിയിട്ട് വേണം. പിന്നെ അത് കുറച്ച് വെള്ളമുണ്ട്, അത് പറ്റിയിട്ട് വേണം നമുക്കിനി ഇച്ചിരി എണ്ണയുടെ ഒഴിക്കുക. ലേശം എണ്ണയുടെ ഒഴിക്കേണ്ടത്. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. നല്ല സൂപ്പർ മണം, നാവിൽ കൊതിയൂറുന്ന മണം. അപ്പം നമുക്ക് വേണ്ട ഇങ്ങനത്തെ വെള്ളമെല്ലാം പറ്റി. ഇനി നമുക്ക് ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതാണ്. അപ്പോൾ തന്നെ
ഏകദേശം ഒരു കഴിക്കാൻ പാകത്തിനുള്ള ഇതായി. ശകല എണ്ണയുടെ കുറവേ ഉള്ളൂ. നോൺ സ്റ്റിക്കിനകത്തായതുകൊണ്ട് നമുക്ക് ഒത്തിരി എണ്ണയൊന്നും വേണ്ട, എണ്ണ കുറച്ചും മതി. ഒരു 2 സ്പൂണിന് ഉള്ള എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് ഒത്തിരി എണ്ണ വേണ്ട. ഇനി ഇതൊന്ന് തോന്നി കിട്ടണം ചെറിയ തോതിൽ. അപ്പം തന്നെ കഴിക്കാൻ പാകമാണ്. ഇതൊരു വെറൈറ്റി ഡിഷാണ്. കാരണം നമ്മൾ ഓമയ്ക്ക സാധാരണ തോരൻ വയ്ക്കാറുണ്ട്, എരിശ്ശേരി പോലെ വയ്ക്കാറുണ്ട്, ഓമയ്ക്ക പഴം കഴിക്കാറുണ്ട്, അങ്ങനെയല്ലേ. ഓമയ്ക്ക മെഴുക്കുവരട്ടി ഒരു വെറൈറ്റിയാണ്. കാരണം അത് ഉണ്ടാക്കി കഴിക്കുമ്പോഴേ അതിൻ്റെ വെറൈറ്റിയുടെ സ്വാദ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പം ഇതാണ്. ഇനി അത് ഇച്ചിരി കൂടെ ഒന്ന് പാകമായാൽ ചെറിയായിട്ട് ഈ അരപ്പ് പോലെ അടക്കുന്ന, അത് നമ്മൾ ചതച്ചിട്ട ആ സാധനങ്ങളൊക്കെയാണത്. ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ സവാള, ഇതെല്ലാം കൂടെ. അപ്പോൾ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി അങ്ങ് ചേർത്താലും മതി. മുക്കിലോട്ട് ആ മണം ഇങ്ങനെ ഓക്കെ. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ ഒന്നായി കഴിയുമ്പോൾ ഓക്കെ ആയി. അപ്പം ഒറ്റ നോട്ടത്തിൽ കണ്ടത് തോരനാണെന്ന് തോന്നുന്നു, അല്ലേ? തോരനൊന്നുമല്ല, അടിപൊളിയാണ്. ചോറ് തിന്നാൻ വേറൊരു കറിയും വേണ്ട, ഒഴിച്ച് കറിയും വേണ്ട, മീൻകറിയും വേണ്ട, നുള്ളിക്കൂട്ടാനും ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഇത് മാത്രം മതി. വയറ് നിറച്ച് വയററിയാതെ ഭക്ഷണം കഴിക്കും. അപ്പോൾ അത് വേണ്ട, അല്ലേ? അപ്പോൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ ഇത് മതിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഓക്കെ, താങ്ക് യു.